Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നും നോൺ വെജ് ചെയ്യാൻ പോകുന്നത്. വെജിറ്റേറിയൻകാർ എന്നോട് ഒരു പരാതിയും പറയരുത്. ഇന്ന് നോൺ വെജിറ്റേറിയൻ ചെയ്യുന്നത് ഒരു മട്ടൺ ഡിഷാണ് ചെയ്യുന്നത്. മട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ സ്റ്റൂ, മട്ടൺ കറി, മട്ടൺ പെരട്ട്, മട്ടൺ കുറേ വിഭവങ്ങളുണ്ട് അല്ലേ മട്ടണിൽ തന്നെ. പക്ഷേ ഇന്ന് ഒരു സ്റ്റൂ ആണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റ് കളർ സ്റ്റൂ അല്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. അത് ഈ പറഞ്ഞ പോലെ എബ്രോഡൊക്കെ കിട്ടുന്ന ഒരു റിച്ച് സ്റ്റൂ ആണ്. വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്മുടെ മട്ടൺ വേണം. ഇതിനകത്ത് കുറച്ച് എല്ലൊക്കെ ഉണ്ട്. എല്ലൊക്കെ ചേരുന്ന ഒരു കറിക്ക് പ്രത്യേക സ്വാദാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് കോൺഫ്ലവറാണ്. ഈ കോൺഫ്ലവർ തന്നെ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും മൈദയും കൂടെ മിക്സ് ചെയ്ത് 50-50 റേഷ്യോയിൽ എടുക്കാം. ഏതായാലും നോ പ്രോബ്ലം. പിന്നെ ഉള്ളത് കുറച്ച് മൈദ, ദാറ്റ് ഈസ് 50-50 റേഷ്യോ ആണ്. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അത് ക്രഷ്ഡ് ആവാം, കുരുമുളക് വേണ്ട, കുരുമുളക് പൊടി. പിന്നെ ഉള്ളത് അതൊരു ഇച്ചിരി ഉപ്പ്, അതെല്ലാവർക്കും അറിയാമല്ലോ, ഉപ്പില്ലേ പിന്നെ എന്നാ സ്വാദാ അല്ലേ. ഇത് ഞാൻ വറുക്കാൻ പോകുന്നത് ഒലീവ് ഓയിലാണ്. ഇനിയിപ്പോൾ ഒലീവ് ഓയിൽ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെന്ന് വിചാരിച്ചോ, സാധാ റിഫൈൻഡ് ഓയിൽ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് വെച്ചൊന്ന് ട്രൈ ചെയ്യാം. പക്ഷേ ഒലീവ് ഓയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസമല്ലേ. മാത്രമല്ല ഞാൻ ഇതിനകത്ത് കുറച്ച് ഒലീവ്സ് ഇടുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇസ് ടോട്ടലി ഡിഫറെൻ്റ് അല്ലേ. ഒരു ആദ്യ പ്രാവശ്യം നമ്മളൊരു പുതിയ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റിലൊന്നും ഉണ്ടാക്കുക, പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് മാറ്റുക. ഇഷ്ടത്തിന് മാറ്റുമ്പോഴത്തേക്ക് ആ സെയിം ടേസ്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കണേ. അതാണ് നമ്മളൊരു കറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സക്സസ്. പിന്നെ വേണ്ടിയത് കുറച്ച് സവാളയാണ്. ഇതൊരു 2 സവാള നീളത്തിലരിഞ്ഞതാണ്. ഇത് തൈം എന്ന് പറയുന്ന ഒരു ലീഫാണ്. ഈ ലീഫ് ഈ പറഞ്ഞ പോലെ നല്ല മണവാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ തൈമൊക്കെ നമ്മുടെ നാട്ടിൽ വളരും, ഫ്രഷായിട്ട് എടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി ഇത് പറയുമ്പോൾ മാത്രം എല്ലാവരും ചോദിക്കും ഇതെന്നതാ വൈനൊക്കെ ചേർത്തിട്ട് ആൽക്കഹോളാണോ അങ്ങനെയാണോ. ഒന്നുമില്ല, ഇത് പ്യോർ വൈനാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, ദിസ് ഇസ് പ്യോർ. അതുകൊണ്ട് കുറച്ച് വൈൻ മതി, അല്ലാതെ ഒരു കുപ്പി വൈനൊന്നും വേണ്ട ഇവിടെ ആർക്കും. ഒരു ഇച്ചിരി അതിൻ്റെ ഒരു ടേസ്റ്റ് വരാനായിട്ട് മാത്രം. പിന്നെ ഉള്ളത് കുറച്ച് വെജിറ്റബിളാണ്. ഇതിനകത്ത് ഞാൻ എന്നാന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിനല്ല ബീട്രൂട്ട് വേണ്ട കേട്ടോ. അല്ലാതെ ഇപ്പോൾ സെലറി ഇങ്ങനെയൊക്കെ ഇടാനുണ്ടെങ്കിൽ നമുക്കിടാം. സെലറി ചിലപ്പോൾ സീസണൽ ആയിരിക്കത്തില്ല, അതുകൊണ്ട് കിട്ടിയില്ലെങ്കിലും ടെൻഷനൊന്നും വേണ്ട, അതൊരു ഫ്ലേവറിങ് ഏജൻറ്റ് മാത്രമേ ഉള്ളൂ. കിട്ടുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് ഇട്ടോളൂ. ഇനി നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളിയാണ്. ഇതൊരു 1 കിലോ മട്ടൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞാൽ എന്നാണെന്നറിയുമോ, 1 കിലോ മട്ടണ് 5 അല്ലി വെളുത്തുള്ളി, ദാറ്റ് മീൻസ് ചെറുതല്ല, കുറച്ച് നമ്മുടെ ചൈന വെളുത്തുള്ളിയില്ലേ അത് പറഞ്ഞാൽ വലിയ വെളുത്തുള്ളിയിൽ 5 എണ്ണം കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാൻ പറഞ്ഞു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇവർ ഇഞ്ചി ഇടുന്നില്ല. അപ്പം ഞാൻ നമ്മളെയൊക്കെ പഠിപ്പിച്ചേക്കുന്നത് എന്നതാ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മട്ടൻ കഴിക്കുമ്പോൾ ദഹനം കുറവാ, ഇതാന്നൊക്കെ പറയുകയല്ലേ. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു വെളുത്തുള്ളി മാത്രം ഇട്ടായാലും നമുക്കൊരു ട്രൈ ചെയ്യാമല്ലോ അല്ലേ. ഇനി നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയത് ടൊമാറ്റോയാ. അവർ ശരിക്കും ഉപയോഗിക്കുന്ന എന്നോട് പറഞ്ഞ ക്യാൻഡ് ടൊമാറ്റോ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അത് കിട്ടുവാണെങ്കിൽ അതൊരു ചെറിയ ക്യാൻ മേടിക്കുക. അതിനകത്തൊരു മാക്സിമം പോയാൽ ഒരു 3 to 4 ടൊമാറ്റോസ് കാണും. പക്ഷേ ഇത് ഞാൻ ഫ്രഷ് ടൊമാറ്റോ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് ഇവർ ഒത്തിരി സ്പൈസ് ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് പുള്ളിക്കാരത്തിനോട് പറഞ്ഞു 1 ടേബിൾ സ്പൂൺ തേൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഏത് തേനായാലും കുഴപ്പമില്ല. പിന്നെ ഉള്ളത് ഓറഞ്ച് അല്ലെങ്കിൽ ഈ ജ്യൂസ് എടുക്കുന്ന ഇത്, അതിനെന്നാന്നറിയോ, ഇതിൻ്റെ ജ്യൂസ് എനിക്ക് വേണം. മറ്റേ ഓറഞ്ച് ആകുമ്പോൾ സീസൺ ആയിട്ടല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ സെസ്റ്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കുക, നിർബന്ധമില്ല, ജ്യൂസ് ആയാലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ബേ ലീഫ്. ബേ ലീഫ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്നും വേണ്ട, 1 ഇല അല്ലെങ്കിൽ മാക്സിമം പോയാൽ 2 ഇല, അത് മതി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഒലീവ്സ് ഇടും. അവർ ഒലീവ്സ് ഇടുന്നുണ്ട്, അവരോട് ബ്ലാക്ക് ഒലീവാണ് പറഞ്ഞത്. അതും ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ കിട്ടിയില്ല, ഞാനതുകൊണ്ട് പച്ച കളർ. പിന്നെ ഉള്ളത് കുറച്ച് ഫ്രോസൺ മറ്റേ പീസാണേ. ഇത് വേവിച്ചാൽ ഉടഞ്ഞ് അങ്ങനെ പോവോ അങ്ങനെയില്ല. ലാസ്റ്റ് നമ്മൾ ഒന്ന് വാങ്ങാൻ നേരം അല്ലെങ്കിൽ ഒരു ഇച്ചിരി നേരം മട്ടൺ കുറച്ചുകൂടെ നാവണം എന്ന് വിചാരിച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇടുവല്ലേ, ആ സമയത്ത് ഇട്ടാൽ മതി. കാര്യം ഫ്രോസൺ പീസ് എപ്പോഴും വേവിച്ചേ വെക്കത്തുള്ളൂ. പിന്നെ കുറച്ച് നമ്മുടെ ഫ്ലേവറിങ് ഏജൻ്റാണ് പാഴ്സ്ലി എന്ന് പറയുന്ന ഈ ഒരു ലീഫായത്. ഇതും ഡ്രൈഡ് സാധനമാണ്, പക്ഷെ എന്നാന്നോ ഇതിൻ്റെ ഫ്രഷ് കിട്ടും, അതാ കുറച്ചുകൂടെ നല്ല മണം. പക്ഷേ ഇതൊക്കെ ഞാൻ ഓപ്ഷണൽ പറയുന്നത് വെച്ചാൽ ഇതൊന്നും നമ്മൾ മേടിച്ച് വെച്ചാലുണ്ടല്ലോ ചീത്തയാവത്തില്ല. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക,
കുറച്ച് നാളിരിക്കും. ഇനിയിപ്പോൾ ഇരിക്കണം തോന്നിയാൽ തന്നെ പുറത്ത് വെക്കാതെ ഫ്രിഡ്ജ് വെച്ചാലും മതി, ഒന്നും ചീത്താവത്തില്ല. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ആദ്യം ഞാനൊന്ന് തീ കത്തിക്കട്ടെ. തീ കത്തിച്ചേച്ച് എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ബാക്കി പരിപാടി തുടങ്ങാം. ഒലിവ് ഓയിൽ ഒഴിച്ചു. ഇനി അതൊന്ന് ചൂടാവുന്ന സമയമുണ്ടല്ലോ, ഞാൻ നമ്മുടെ മട്ടണിനകത്തോട്ട് ഇച്ചിരി ഉപ്പ്, ഇച്ചിരി കുരുമുളക്, ഒരു 50-50 ബേസിസിൽ കോൺഫ്ലവറും മൈദയും കൂടെ ഇടാൻ പോവാം. ഇത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഇച്ചിരി കൂടുതൽ ഇടുവാണെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് വരും, പക്ഷെ അത് മസ്റ്റല്ല. പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി മൈദ. മൈദ ഒത്തിരി ഇട്ടുണ്ടല്ലോ അങ്ങ് സോഗിയായി പോകും, അത് വേണ്ട. അപ്പോൾ കോൺഫ്ലവർ മുന്നിൽ നിന്നോട്ടെ. ഇനി അതല്ല 50-50 ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളക്. അവരുടെ ഏറ്റവും കൂടുതൽ സ്പൈസ് എന്ന് പറയുന്നത് അവർ വൈറ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ അവർ ഇട്ട് കാണിച്ചത് വൈറ്റ് പെപ്പർ പൗഡറാണ്. പക്ഷെ നമുക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമാണെന്നല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് കറുപ്പിലോട്ട് മാറ്റിയതാണ്. പക്ഷേ അനുസരണക്കേട് കാണിച്ചതല്ല കേട്ടോ. ഇനി നമ്മുടെ എണ്ണ നല്ല ചൂടായി. അതിനകത്തോട്ടിട്ട് ഇത് വേവാനോ അങ്ങനെ ഒന്നുമല്ല, ഒരു ബ്രൗൺ കളറാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ എല്ല് വേണ്ട, ദശ മാത്രം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ആ ഒരു മട്ടൺ ഞാൻ ആ പെരട്ടി വെച്ചില്ലേ, അതും കൂടെ അങ്ങ് ഇട്ട് വറക്കുക. എന്നുവെച്ചാൽ ഇതിപ്പോ വെന്തോ എന്നൊന്നും ചോദിക്കരുത്, ഞാനൊന്ന് ബ്രൗൺ ആക്കി എടുത്തന്നേ ഉള്ളൂ. ഒട്ടും വെന്തിട്ടില്ല, അറിയാലോ. മട്ടൺ വറക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം വറക്കാൻ. ഫാറ്റ് ഉള്ളത് കൊണ്ട് അത് പൊട്ടിത്തെറിക്കും. ഓക്കെ, ഈ വറുത്ത് വെച്ചത് ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഈ സവാളയാണ്. അതേ പാനിൽ ചെയ്താൽ അഥവാ എണ്ണ ഒരു ഇച്ചിരി കുറവാന്ന് തോന്നുവാന്നേൽ ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചോ. എനിക്ക് പാസറ്റീസ് തോന്നുന്നത് കുറച്ച് എണ്ണ കുറവായിട്ടാ, നേരം ഞാൻ ഒരു ഇച്ചിരിയും കൂടി ഒഴിക്കുവാണേ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് തൈമും കൂടെ ചേർക്കുക. ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ട് വാടാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിടാൻ പോവാ. മട്ടണിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ചിക്കൻ ബിരിയാണിയിലൊക്കെ വറുത്തിടുന്ന പോലെ ഉള്ള മൂക്കലല്ല, ഒരു കാരമലൈസ് ആവുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഒരു സോഗി ടൈപ്പ്, അതേപോലെ ഒന്ന് ഉള്ളി ആവണം. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അഥവാ വൈൻ ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര ശ്രദ്ധിക്കുക. നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും പേടിയുടെ ഉള്ളിലുള്ളത് കൊണ്ടും അവരൊഴിച്ചപ്പോൾ എന്നാ ചെയ്തതെന്നറിയാവോ, ഇച്ചിരി ഒഴിച്ചേച്ച് തീ നല്ല ഫ്ലെയിം കുറച്ച് വെച്ചേച്ച് അവരിത് ഒഴിച്ചു. എന്നുവെച്ചാൽ എന്നോട് പറയാം, പേടിയില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഇച്ചിരി ബേൺ ചെയ്താൽ നല്ലതാന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ബേൺ ചെയ്യുന്നില്ല, തീർന്നില്ല, പ്രശ്നം തീർന്നു. ഉള്ളി ഒരു ഇച്ചിരി ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പേടി ഇല്ലാത്തതുകൊണ്ടും എനിക്ക് പേടി ഉള്ളത് കൊണ്ടും ഞാൻ ഇതൊന്ന് ഇച്ചിരി മാറ്റി വെച്ചേച്ച് ഞാൻ വൈൻ ഒഴിക്കത്തോളെ. എങ്ങാനും തീ അതിനകത്ത് കയറി പിടിച്ചാൽ എന്നെ എടുക്കും. പ്രത്യേക ശ്രദ്ധയുണ്ട്, മധുരമുള്ള വൈൻ മേടിക്കല്ലേ. ഇതൊരു 1-2 ടേബിൾ സ്പൂൺ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നെക്സ്റ്റ് ചേർക്കാൻ പോകുന്ന ഇതിനകത്തുള്ള ഇടാനുള്ള പച്ചക്കറി. ഇതിൻ്റെ കൂടെ സെലറി കിട്ടുവാണെങ്കിൽ ഇടുക, ഒരു ഫ്ലേവറിങ് ഏജന്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ കിട്ടിയില്ലെങ്കിലും ടെൻഷനൊന്നുമില്ല കേട്ടോ.
ഉള്ളി ഒന്ന് മൂക്കുന്ന പാടും മറ്റേ മട്ടനും ഒന്ന് വറുത്തെടുക്കുന്ന താമസം ഈ സ്റ്റൂവിന് ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഒരു ടേസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ഒന്ന് ട്രൈ ചെയ്യുന്നോണ്ട് തെറ്റില്ലെന്നാട്ടാ പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഫ്ലേവറേ അല്ല, ആ രുചിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇത് ഇതിൻ്റെതായ തനതായ രുചിയുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചേർക്കുക. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വെളുത്തുള്ളി ഒരു 5 അല്ലിയുടെ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഇടുക. വെളുത്തുള്ളിയുടെ ചൊവ്വ അങ്ങനെ അങ്ങോട്ട് മുമ്പിൽ നിൽക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആദ്യം വെളുത്തുള്ളിയുടെ തന്നെ അതും അങ്ങ് സവാള വറക്കത്തില്ലേ, ആ സമയത്ത് ഇതും കൂടെ അങ്ങ് ചേർത്താൽ മതി. വെളുത്തുള്ളിയും കൂടെ മൂപ്പിച്ചെടുത്താൽ മതി. പക്ഷെ ഇതിന്റെ കൂടെ അറിയത്തില്ല, അങ്ങ് അതിന്റെ കൂടെ ഇതായിക്കോളൂ. ഇതിനകത്തോട്ട് ബാക്കി ടൊമാറ്റോ എന്ന് പറയുമ്പം നമുക്ക് ടൊമാറ്റോയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമല്ല, പക്ഷെ അതിന്റെ ടേസ്റ്റ് നല്ലതാ. ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ ഇത്രയും മൊത്തം ഇടരുത്, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. അതും കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ തേനാണേ. അടുത്ത ഒരു ഓറഞ്ച്. എപ്പോഴും ഫ്രഷ് ആയിട്ട് എടുക്കുന്നതാണ് നല്ല കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കയ്പ്പ് വരും. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇനി ഒരു പട്ടയുടെ ഇല. ഇതൊക്കെ നമ്മളുണ്ടല്ലോ ഇട്ടേച്ച് ഒന്ന് അത് ആയി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മാറ്റുന്നത് നല്ലതാ. അതുകൊണ്ടൊരു ഒരെണ്ണം മതി. മാറ്റണമെങ്കിൽ മാറ്റാം, വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചേർത്തു. സമയം പോലെ നമ്മൾ ഓരോന്നായിട്ട് ചേർക്കുമ്പോൾ മുന്നേ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിനകത്തോട്ട് ചേർന്ന് വരാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ചേർക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മട്ടനാണ്. ഇനി ഇതിൻ്റെ കൂടെ ഈ മട്ടൻ വേവാനുള്ള സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒഴിക്കുക. അതെങ്ങനെയാ സ്റ്റോക്ക് വരികയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മട്ടൻ പച്ചക്കല്ലേ പുരട്ടിയത്, ഒന്ന് തിളപ്പിച്ചെടുക്കുവാണെങ്കിൽ വറുക്കാനും എളുപ്പമുണ്ട്, സ്റ്റോക്ക് എടുക്കാനും എളുപ്പമുണ്ട്. ഇനിയിപ്പോൾ അഥവാ സ്റ്റോക്ക് എടുക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്താലും മതി. ഇതിൻ്റെ കൂടെ ഫസ്റ്റ് ഞാൻ കുറച്ച് ഒലീവ്സും കുറച്ച് ഫ്രോസൺ പീസും കൂടി ഇടുക. പക്ഷേ നമ്മൾ ഒത്തിരി അല്ല, ഫ്രോസൺ പീസ് ഞാൻ നേരത്തെ പോലെ കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ അത് നേരത്തെ ഇടണ്ട. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പിന്നൂടെ ഇച്ചിരി ഇടുക. ലാസ്റ്റ് വാങ്ങാൻ നേരം തിളയ്ക്കാൻ നേരം കുറച്ചുകൂടി ഇടുവേ. ഇതൊരു കട്ട് ചെയ്തിടാം. ഈ ഒലീവ്സിനെല്ലാം ഉപ്പുണ്ട്, അന്നേരം നോക്കി വെച്ച് വേണേ ഇടാൻ. ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇപ്പൊ നമ്മൾ ഉപ്പ്, എരിവ്, പുളി എല്ലാം ചേർത്തു. നമുക്കിതിനകത്ത് എരിവ് എന്ന് പറയുന്നത് കുരുമുളക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുരുമുളകിന്റെ ഏറ്റക്കുറച്ചിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്തോണം. എൻ്റെ അഭിപ്രായം ചോദിക്കുവാന്നേൽ കുരുമുളക് ഇച്ചിരി ഉള്ളതാ നല്ലത്. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് എടുക്കാൻ ഞാൻ മറന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർക്കാവേ. ഓക്കെ, എന്തായാലും പാനിൽ കിടന്ന് നമുക്ക് മട്ടൺ ഒരിക്കലും വേവാൻ പോകുന്നില്ല. അത് കുക്കറിലോട്ട് തന്നെ മാറ്റിയേ പറ്റത്തുള്ളൂ. ഇന്ന് ആനീസ് കിച്ചണിൽ വരുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നിഖില വിമലാണ് വരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ കുട്ടീനെ. എന്നാന്ന് വെച്ചാൽ ഭയങ്കര നാച്ചുറൽ ആക്ടിങ് ആണ്. ഞാൻ മിക്ക ഫിലിംസ് കാണാറുണ്ട്. എന്താ പറയുക, വേണ്ടിയിട്ട് അഭിനയിക്കാന്നല്ല, പക്ഷേ ഷീ ഈസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. വിശേഷം ഞാൻ ഫസ്റ്റ് ടൈം കാണാൻ പോവാ, ഇതുവരെ കണ്ടിട്ടില്ല, വിശേഷങ്ങളൊന്നും അറിയില്ല. എൻ്റെ പ്രേക്ഷകരോടൊപ്പം ഒത്ത് വിശേഷം അറിയുന്നതാണ് ഏറ്റവും സന്തോഷം എനിക്കും. പക്ഷെ എന്നാ ചെയ്യണം, മട്ടൺ വേവാതെ പറ്റുമല്ലോ. ഇതിനകത്തിരുന്ന 1/2 മണിക്കൂർ 1 മണിക്കൂർ പോവും, നമുക്ക് സമയമില്ല. കുക്കറിലിട്ടിട്ട് ഒന്ന് വേഗം വേവിച്ചിട്ട് നിഖിലയോടൊപ്പം കാണാം. കോമൽ താമര കണ്ണല്ലേ നീ എൻ മാനസ പെണ്ണല്ലേ, മോഹം പൂക്കണ ചെണ്ടല്ലേ എന്നും നാം ഒന്നല്ലേ, പ്രേമം പാടണ നെഞ്ചല്ലേ.
ആദ്യം നമസ്തേ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. എന്നതാ ഒരു പെണ്ണ് കേസിനകത്തൊക്കെ ഇടപെട്ടെന്ന് പറഞ്ഞേ? ചെറുതായിട്ടോ? ഇതും പറ്റിയോ? എന്റെ തമ്പുരാനെ, അത് ആദ്യം ചോദിക്കട്ടെ. ആദ്യമായിട്ട് അങ്ങനെ ഒരു വിശേഷം എന്താ നമസ്തേ പറയുന്നതിന് മുമ്പ്? എന്റെ ദൈവമേ, ചിരിച്ചോണ്ടോ? ഈശ്വര, പെണ്ണ് കേസ് എന്നൊക്കെ പറഞ്ഞ ചിരിച്ചോണ്ടാണോ ഉത്തരം പറയുന്നത്? അതെ, കേസ് ഉണ്ട്. എന്നായി വരും ഉടനെ. കേസാവോ? കേസാവും. ഒത്തുതീർപ്പാവോ? ചിലപ്പോ, അത് പറയാൻ പറ്റില്ല. എന്റെ ദൈവമേ, ടെൻഷൻ ഉണ്ട് കേട്ടോ ഈ ചോദിക്കുമ്പോ. സത്യം പറഞ്ഞ പ്രേക്ഷകർ ഒരു കാര്യം ടെൻഷൻ പിടിക്കണ്ട. ആക്ച്വലി ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാനും പിടിച്ചു. ഞാൻ നിക്കില്ല, പെണ്ണ് കേസോ, എന്തിന്റെ കാര്യത്തിന്? അപ്പോഴാ പറഞ്ഞത്. സത്യം കേട്ടോ, ഒരു ഫിലിം ചെയ്തു പെണ്ണ് കേസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പേടിച്ച പോലെ ഞാൻ വിചാരിച്ചു ഒന്ന് ചോദിച്ചു നോക്കാം എന്താ സംഭവം എന്നൊക്കെ അറിയണ്ടേ. എന്താ ക്യാരക്ടർ അതിനകത്ത്? ഒരു നോർമൽ കുട്ടി. കഥ പറയാൻ പറ്റില്ല. അല്ല ചേച്ചി, ഒരു കല്യാണ തട്ടിപ്പ് നടത്തുന്നതാണ്. ഒരു വെഡിങ് സ്കാമാണ്. അപ്പൊ വെഡിങ് സ്കാം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു കുറെ പേരെ കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്നുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനത്തെ കുറെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ. ഓ, സ്റ്റോറി അങ്ങനെയാണ്. ഓക്കെ. കാര്യം പറട്ടെ നിഖില, എനിക്ക് നിഖിലയുടെ മിക്ക മൂവീസും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുമായിരുന്നു, ശരിക്കും ഭയങ്കര റിയൽ ആർട്ടിസ്റ്റാണ്. ഒരു അഭിനയിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നവരെ നമുക്കറിയാം, അല്ലാതെയും ഒരു ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയിലെ അങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഗുരുവായൂർ അമ്പലം നടയൊക്കെ നല്ല രസമായിരുന്നു. വിനീതിന്റെ കൂടെ ചെയ്ത ഒരു ജാതി ജാതകം അല്ലേ, അതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ശരിക്കും ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടമായിരുന്നു ഫിലിമിലേക്ക് വരാൻ? അല്ലായിരുന്നു. ഒറ്റയ്ക്ക് അല്ലായിരുന്നു? ഇഷ്ടമല്ലായിരുന്നു, പിന്നെ ചെയ്ത് ഇഷ്ടമായി. പിന്നെ അങ്ങനെ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് മതി നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ഞാനൊരു 4th 5th മൂവി വരെ ഒക്കെ അങ്ങനെയായിരുന്നു. 5th മൂവി വരെ ഓക്കെ ആയിരുന്നു? അല്ല, വീട്ടിൽ പോവാൻ മതി അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ 8th പഠിക്കുമ്പോഴാണ് ഭാഗ്യദേവത ചെയ്യുന്നത് ഫസ്റ്റ്. ആ സിനിമ കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ 8th പഠിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ അത് കഴിഞ്ഞ് തിരിച്ച് സ്കൂളിൽ പോവാം അങ്ങനെയായിരുന്നു. പിന്നെ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുമ്പോഴാണ് Love 24/7 ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴും എനിക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാം, അല്ലെങ്കിൽ പിന്നെ തിരിച്ച് കോളേജിലേക്ക് പോകാമെന്നുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു വർഷം ബ്രേക്ക് വന്നു. ഫൈനൽ ഇയർ എക്സാമിൻ്റെ സമയത്താണ് ഞാൻ സിനിമ ചെയ്തത്. അപ്പം ആ എക്സാം എഴുതണമെങ്കിൽ അടുത്ത കൊല്ലമല്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കൊല്ലം സിനിമ ചെയ്തപ്പോൾ ഓക്കെ, എന്താ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല, ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമുക്കൊരു സാധനം ഇഷ്ടമല്ല എന്ന് വിചാരിച്ചോളൂ, നമുക്ക് താല്പര്യമില്ല, അപ്പൊ നമ്മൾ പറയും ഓക്കെ വേണ്ട മതി ഇനി പോവാം. പക്ഷെ നെക്സ്റ്റ് ചാൻസ് വരുമ്പോൾ നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകില്ല. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു, അഭിനയിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഫെയിമും കാര്യങ്ങളും അങ്ങനെ അതെനിക്ക് പ്രശ്നമായിരുന്നു. എനിക്ക് അഭിനയിക്കാൻ കുഴപ്പമില്ലായിരുന്നു, എന്നെ ആരും തിരിച്ചറിയാൻ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു. അത് നടക്കുന്നില്ല. പക്ഷെ എനിക്ക് ഈ നോർമൽ ലൈഫ് സാധനങ്ങൾ പോവോന്നൊരു ഫീൽ ആയിരുന്നു. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഇല്ല, ഞാൻ തന്നെ അതെങ്ങനെ അഡാപ്റ്റ് ചെയ്തു. നമ്മള് പ്രേക്ഷകരുടെ ഇടയിൽ പോയാലും ഇപ്പൊ നമ്മൾ ഒരിക്കലും എന്താ പറയാ ഒളിച്ചും പാത്തൊന്നും നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ ഇപ്പം പോകുന്നില്ല. നമുക്ക് എന്നതേലും മേടിക്കാനുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കായിട്ട് പോകുന്നുണ്ടല്ലോ. പക്ഷെ നമ്മളോടുള്ളൊരു ഇഷ്ടമായിരിക്കുമല്ലോ അവര് നമ്മളോട് കാണിക്കുന്നേ. ഇല്ല, എനിക്ക് ഫ്രീഡം വേണം. അങ്ങനെയല്ല ചേച്ചി, ഞാനൊരു എന്താ പറയാ, എനിക്ക് ഇത്തിരി സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് ആൾക്കാരുമായിട്ട് പെട്ടെന്ന് ഇടപഴകുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്തടിച്ച പോലെ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പം പറ്റില്ല. അപ്പോൾ എപ്പോഴും എന്നല്ല, ചില സമയത്ത് നമ്മൾ അതിന് ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സമയമായിരുന്നു കോളേജിൽ. ശരിക്കും നമ്മൾ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു കാര്യത്തിലെത്തി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിഖിലയുടെ തന്നെ പറയാം, നിഖിലയ്ക്ക് ഇഷ്ടമല്ല പക്ഷെ സോഷ്യൽ ആങ്സൈറ്റി ഇതെല്ലാം ഉണ്ട്, അതായിരുന്നു പേഴ്സണൽ പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ എന്താ പറയാ ഇതിലേക്ക് വരുമ്പോ നാച്ചുറലി പെട്ടെന്ന് ഒരാൾ ചിന്തിക്കുന്നു, ഓ കൊച്ചിന് എന്നാ ജാടയാ, വർത്താനം പറയത്തില്ല എന്നൊരു ഫീലിംഗ് വരില്ലേ. പക്ഷെ ആസ് എ പേഴ്സൺ, ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ ഇതിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്കത് പാടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ജാടയാ, മുണ്ടത്തില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ അറിയാം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ചില സമയത്തൊക്കെ ഇപ്പൊ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ ഇപ്പൊ ലുലുവിലൊക്കെ പോവാം, നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഫോട്ടോ എടുക്കാൻ ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം നമ്മൾ അപ്പൊ പിന്നെ എടുക്കാൻ തുടങ്ങിയപ്പോൾ കുറെ ആൾക്കാരോട് ഫോട്ടോ നമ്മൾ കോംപ്രമൈസ് ആവണ്ടേ കുറെ ഇടത്തൊക്കെ. അതായത് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള്
ഇൻവൈറ്റഡ് ആയിട്ടുള്ള സ്പേസസിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഫോട്ടോ എടുക്കാം. നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് മാറ്ററാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ചില സമയങ്ങളിൽ അപ്പം ഞാൻ ആരുമില്ല, വലിയ ക്രൗഡഡ് അല്ലാത്ത സ്പേസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകുമ്പം ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സ്പേസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ ഉണ്ടാന്ന് പറയും. ആസ് എ സോഷ്യൽ പേഴ്സൺ നമ്മളുടേതായിട്ടുള്ള സ്പേസസ് ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് അങ്ങനെ ഇടപഴകേണ്ട സ്പേസസിലെല്ലാം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ സോഫാർ ചെയ്തെല്ലാം കുറച്ച് പാവം അങ്ങനെയല്ല, ടു വില്ലേജ് ടൈപ്പ് അല്ല, പക്ഷെ എന്നാലും ആ ഒരു കണ്ടന്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ചെയ്ത്. ഇനി ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് റൂൾസ് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്, എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്കിപ്പോൾ ഞാൻ അഭിനയിക്കുന്നിടത്തോളം കാലം നായികയായിട്ട് അഭിനയിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. എനിക്കറിയാം ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് ക്യാരക്ടർ റോൾസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നതും ക്യാരക്ടർ റോൾസിലാണ്. ഇപ്പോൾ ഹീറോയിൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ലിമിറ്റഡ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്രയൊക്കെയാണ് ഒരു ഹീറോയിൻസിന് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നതുണ്ട്. പക്ഷെ എന്നാൽ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ ലുക്ക് ചേഞ്ചസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്യാരക്ടർ റോൾസ് ചെയ്യാൻ നല്ലതായിരിക്കും എന്ന് എനിക്കറിയാം. പോയിന്റ് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് പോകും എന്നുള്ളത്. നിഖില എങ്ങനെയാണ് ആ ചേഞ്ച് വന്നത്? ബിക്കോസ് ഇപ്പം നമ്മളിപ്പം ഒരു 8th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചപ്പം വരെ സ്റ്റിൽ അമ്മ നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞൊരു വ്യക്തി സ്റ്റാർട്ടഡ് ലവിങ് ഫിലിം ആൻഡ് ഫിക്സ് ചെയ്യാണ് എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ ഡയസ് ഇതാണ്. ഹൗ യു ഫിക്സ്ഡ് ദാറ്റ്? ഞാൻ സിനിമ ചെയ്തു തുടങ്ങുന്ന സമയത്ത് 8th ഭാഗ്യദേവത ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തതൊക്കെ കുറച്ച് തമിഴ് സിനിമകളാണ്. അതൊന്നും ആക്ച്വലി ആ സമയത്ത് റിലീസായിട്ടില്ല, കുറേ വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് റിലീസ്. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കുറച്ച് ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭയങ്കര മോശമുള്ള, എന്തെങ്കിലും എപ്പോഴും ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ള സിനിമകളായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിലാരെങ്കിലും ഒക്കെ കഥ കേൾക്കും, അപ്പം അങ്ങനെ അവരൊക്കെ പറയും, ഞാൻ ആ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ നാൾ ഞാനൊരു 3 വർഷമൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ റിലീസാവില്ല, ഈ സിനിമയ്ക്ക് എപ്പോഴും ഷൂട്ടിങ്ങിന് പോകണം, പൈസ തരില്ല. അപ്പം അങ്ങനെയൊക്കെ ആയ ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെയൊക്കെയാണ് സിനിമ എനിക്ക് വർക്കാവില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നത്. കാരണം ഞാൻ ആ സമയത്ത് പാരലലി പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലി എന്നുള്ളൊരു പ്ലാനിലായിരുന്നു വരുന്നത്. അപ്പം എക്സ്പീരിയൻസ് ആണ് വേണ്ടെന്ന് വിചാരിച്ചേ? ത്രൂ എക്സ്പീരിയൻസ് ഓൾസോ. കാരണം ഇങ്ങനെ സിനിമകൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. 3 കൊല്ലം സിനിമ ചെയ്യുന്നു, 4 കൊല്ലം ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് നല്ലൊരു സമയമാണ്. അപ്പൊ അങ്ങനെ അതിലും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ സിനിമ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സിനിമ ചെയ്തില്ല. അപ്പൊ പിന്നെ ശ്രീ ബാലേച്ചി സിനിമ ചെയ്യുന്ന സമയത്ത് ബാലേച്ചി പിന്നെയും വിളിച്ചു സിനിമ ചെയ്യാൻ. അപ്പം അത് വന്നപ്പോഴാണ് ഞാൻ പിന്നെയും ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ സെറ്റപ്പിലുള്ള ഒരു സിനിമ ചെയ്യുന്നത്. അത് എനിക്ക് ഓക്കെ വർക്കായി, അതെനിക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2 തമിഴ് സിനിമകൾ ചെയ്തു ശശികുമാർ സാറിൻ്റെ കൂടെ. അപ്പോൾ അതൊരു കമ്പനി പ്രൊഡക്ഷൻസ് തന്നെ, അവരുടെ പ്രൊഡക്ഷൻസ് തന്നെയായിരുന്നു. അതും ഈ പറയുന്നത് പോലെ അപ്പോഴാണ് ഞാൻ ഓക്കെ ഇങ്ങനെയാണ് സിനിമകൾ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഓക്കെ ഇത് കുഴപ്പമില്ല. എനിക്ക് ആ 3 സിനിമകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ആക്ടിങ് വൈസ് ആണെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നതും അങ്ങനെ തന്നെ? ഒത്തിരി കഥ കേട്ടിട്ട് ചിലത് വേണ്ടാന്ന് വെക്കുക അങ്ങനെയുണ്ട് ഉണ്ടല്ലേ? ദാറ്റ് മീൻസ് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് വർക്ക് ആവില്ല എന്നോ? അതോ ചിലത് നമുക്ക് വർക്ക് ആവില്ല എന്നറിയാം. ചിലത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ എന്താ പറയുക ഒരു ഡയറി എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഞാൻ എൻ്റെ റിലീസാകാത്ത സിനിമകളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ വേണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സെറ്റപ്പിലല്ലെങ്കിൽ ആ സിനിമകൾക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് ഇത്രയും വർഷത്തിനിടയ്ക്ക് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഇന്ന ക്രൈറ്റീരിയാസ് മാനേജ് ചെയ്യുന്നൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യുന്നൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു തോന്നലുണ്ട്. ശരിക്കും എനിക്കൊന്നും നിങ്ങൾ വന്ന ഇടയ്ക്കാണോ എന്ന് അറിയത്തില്ല, അത് കഴിഞ്ഞിട്ടാണോ അതൊരു മുന്നേ ആണോ? ഒരിടയ്ക്ക് ഹീറോയിൻസിന് ഒട്ടും ഒരു പ്രാധാന്യം അത്രയ്ക്കില്ലാതെ കുറച്ചൊരു നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് നിഖില വന്നതിന് ശേഷമാണോ എന്ന് അറിയത്തില്ല. ഇപ്പം എങ്ങനെയാണ്? യു ഹാവ് ദ സ്പേസ്, ഹീറോയിൻസിന് സ്പേസ് ഉണ്ട്? അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഹീറോയിൻസിന് സ്പേസ് ഉള്ള സിനിമകളുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അത് ഒരു വലിയ സിനിമയായിട്ട് മാറില്ല. ചിലപ്പോൾ വലിയ സിനിമകളിൽ അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അത്രയും നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സൊക്കെ ആൾക്കാർ എഴുതുന്നത് ഇപ്പോഴും കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് വല്ലപ്പോഴും വർഷത്തിലൊരു 1 2 അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ നമ്മൾ അതിനെ ഒരുപാട് പ്രൈസ് ചെയ്യുമെങ്കിലും ഒരു കണ്ടിന്യൂസ്ലി അങ്ങനെ ഒരുപാട് സിനിമകൾ വരുന്നത്
കുറവാണ്. ഇപ്പൊ തമിഴ് തെലുങ്ക് ഒക്കെ വരുന്നുണ്ട് ഓഫീസ്? തമിഴ് ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂടെ പാരലലി ചെയ്യുന്നുണ്ട്. തെലുഗു ഞാൻ അങ്ങനെ ചെയ്യാറില്ല സിനിമകൾ. എവിടെ ഏറ്റവും കംഫർട്ട്? മലയാളം? മലയാളം തമിഴും എനിക്ക് ഓക്കെയാണ്. ഓക്കെയാണ്. അവിടെ എങ്ങനെ കമ്പാരിറ്റീവ്ലി ടു മലയാളം? എനിക്ക് വലിയ ഡിഫറൻസ് ഇതേപോലെ പ്രൈവറ്റ് സ്പേസ് അങ്ങനെ അവിടെയുള്ള ആൾക്കാരും അത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്തന്നെ എങ്ങനെ, ഈ പെണ്ണ് കേസ് എന്ന് പറയുന്നത്? പെണ്ണ് കേസ് ഞാൻ പറഞ്ഞ പോലെ യൂഷ്വലി എപ്പോഴും വരുന്നൊരു നമുക്ക് പാറ്റേൺ ഓഫ് സിനിമ ആയിരുന്നില്ല. ഇതിനകത്തൊരു നമ്മളെപ്പോഴും സ്ത്രീകളെ കാണിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പിലുള്ള സ്ത്രീയല്ല. ഒബ്വിയസ്ലി ഇവരൊരു കല്യാണം സ്കാം ഒക്കെ നടത്തുന്ന ഒരു ഇതാണ്. അപ്പോൾ അവർക്ക് പറയാനുള്ള സ്റ്റോറിയും അങ്ങനെ. ഇപ്പം നമുക്ക് ഇതിന് മുന്നേ ഇതേ റെഫറൻസ് ഉള്ള സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും ഈ കൂടുതൽ അവരുടെ ഡീറ്റെയിലിംഗിലേക്ക് ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. ഫാമിലി ഓറിയന്റഡ് മൂവി തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ഫാമിലീസ് മൊത്തം പറഞ്ഞു തരുവല്ല. അതായത് ഇപ്പം ഞാനൊരു 12 പേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 12 പേരുടെയും ഇമോഷൻസിലൂടെ ഇത് പോകുന്നുണ്ട്. അതാണ് സ്റ്റോറി. സോ ബേസിക്കലി അപ്പം അതൊരു കേസായി മാറുകയും ആ കേസ് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സൈഡ് ഓഫ് സ്റ്റോറി എന്താണെന്ന് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നിടത്താണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ തിയേറ്ററിൽ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അത് അവിടെയും തൊട്ട് ഇവിടെയും തൊട്ടൊക്കെ പറഞ്ഞു തരുള്ളൂ. ഓക്കെ, നിഖിൽ ബേസിക്കലി ഞാൻ നിഖിലിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഭയങ്കര ബോൾഡാണ്. ആരെ കുറിച്ച് അങ്ങനെ എന്നാ പറയാ, എന്നാ ഉണ്ടെങ്കിലും ഉള്ളതുപോലെ മുഖത്തോക്കി പറയും, അതിന് പേടിയില്ലാന്ന്. റിയലി യു ആർ എ കോൺഫിഡന്റ് ഗേൾ? ബോൾഡാണ്? അങ്ങനെയില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യരുത്, അങ്ങനെ പറയരുത്, some good advices, some one and one? ചേച്ചി, എൻ്റെ വേ ഓഫ് ടോക്ക് എന്ന് പറയുന്നത് സർക്കാസമാണ് എൻ്റെ ഒരു. അപ്പോൾ അത് കുറച്ച് തമാശയൊക്കെ കലർത്തി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഹേർട്ട് ചെയ്യത്തില്ല, പക്ഷെ സ്റ്റിൽ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളൊരു ഫീൽ നമുക്കുണ്ടാവില്ല, അത്രേ ഉള്ളൂ. വെരി കോൺഫിഡൻറ്റ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ഓക്കെ, ഇപ്പം സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞു. ഞാൻ പാരലി LLB ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് LLB ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അഡ്വക്കേറ്റ് ആകുമ്പോൾ ഭയങ്കര വർത്താനം പറയണ്ടേ? നിർബന്ധമില്ല, അങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം. പ്രാക്ടീസ് ചെയ്യുമോ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ വെറുതെ എനിക്കിങ്ങനെ ഒരു പാരലലി എന്തെങ്കിലും പഠിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ. അപ്പം അറ്റ് ദ സെയിം ടൈം ഫിലിമും ഇനി എക്സാംസ് ഒക്കെ എഴുതണം, കുറെയൊക്കെ എഴുതണം, അങ്ങനെ. ഓക്കെ, നിഖിലേക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ എന്തായിരുന്നു? ഫിലിം അപ്പാർട്ട് ഫ്രം ഫിലിം, ഒരു നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കുഞ്ഞുനാൾ തൊട്ട് ഒരു പാഷൻ ഉണ്ടാവില്ലേ, എനിക്ക് ഇന്നതാവണം എന്നോ? അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിനിമയിൽ വന്നു ചേച്ചി. അപ്പൊ 8ാം ക്ലാസ്സിൽ മുതൽ എന്നെ എല്ലാവരും സിനിമാ നടി എന്നാണ് വിളിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊക്കെ രജിസ്റ്റേർഡ് ആയോ? എനിക്കറിയില്ല ഞാൻ വേറെ എന്തായിരിക്കും ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഡോക്ടർ ആവാനൊക്കെ ആയിരുന്നു ആഗ്രഹം ഫസ്റ്റ് ചെറുപ്പത്തിലൊക്കെ. പിന്നെ എനിക്ക് പിന്നെ എല്ലാവരും ഡോക്ടറും എഞ്ചിനീയർ ആവുന്നൊരു ഫേസ് ആയിരുന്നല്ലോ അത്. അപ്പോൾ എനിക്ക് മറ്റേ ഡോക്ടറും എഞ്ചിനീയർ ആവേണ്ട, എനിക്ക് ആർട്സ് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ BSc ഞാൻ ബോട്ടണിയാണ് ചെയ്തത്. പിന്നെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത്. അതും പോയില്ല. പിന്നെ ഇങ്ങനെ ദൈവം തമ്പുരാൻ നിശ്ചയിക്കുന്ന പല വഴിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിഖില ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഐ വോണ്ട് ടു ബിക്കം ദിസ് ഓർ ദിസ്, അല്ലെങ്കിൽ ഇന്നതാവണം. ഇല്ല, ഞാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ സിനിമയിൽ വരണമെന്ന്. സിനിമയിൽ വന്നു കഴിഞ്ഞാൽ തീരുമാനാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സിനിമ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ വന്നു. അപ്പൊ ഇനി ഫിക്സ് ചെയ്തു ഫിലിം ചെയ്യാം എന്നുള്ളത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്തു. വാട്ട് ആർ ദ ഗുഡ് അഡ്വൈസസ് ദാറ്റ് യു ടുക്ക് ഇൻ യുവർ ലൈഫ്? നൗ ഐ ഷുഡ് ബി ലൈക്ക് ദിസ്, ഞാൻ ഇങ്ങനെ ആയിരിക്കണം, ഇനി ചേഞ്ചസ് in നിഖില? വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം എനിക്ക് കൊടുത്ത അഡ്വൈസ്. നമ്മൾ അതിൻ്റെ മറ്റൊരു നമ്മൾ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ലക്ഷറിയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഒരു ദിവസം അത് പോയി കഴിയുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നതിലും ബെറ്റർ നമ്മളെങ്ങനെയായിരുന്നു അങ്ങനെ ഇരുന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക, ഇതെൻ്റെ പ്രൊഫഷൻ ആണെന്നുള്ള രീതിയിൽ അതിനെ കാണുക എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യം എനിക്ക് കൊടുത്ത അഡ്വൈസ്. അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ വലിയ പ്രൊഫഷണലിസം വലിയ ചെലവുകളോ വലിയ കാര്യങ്ങളോ ഇതിന്റെ പുറത്ത് ഞാൻ മീൻസ് ഇതെനിക്ക് കയ്യിലുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കാറില്ല. അല്ല, അപ്പം നമ്മൾ അങ്ങനെ ഒരു ട്രൂ ആർട്ടിസ്റ്റ്, അങ്ങനെ ട്രൂലി പ്രൊഫഷണൽ ആവുമ്പോൾ അങ്ങനെ ചേഞ്ചസ് വേണം എന്ന് മസ്റ്റ് ആണോ? അല്ല, നമ്മൾ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ കുറെ കാര്യങ്ങൾ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മേക്ക് ഓവർ അങ്ങനെ എന്തെങ്കിലും മേക്ക് ഓവർ എന്നുള്ളതല്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും ചിലവഴിക്കാം. നിങ്ങൾക്കത് ചിലവഴിക്കാതിരിക്കാം, നിങ്ങൾക്ക് വൈസ്ലി ചിലവഴിക്കാം, നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഭയങ്കര ലാവിഷായിട്ട് ചിലവഴിക്കാം. അപ്പം അതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചേച്ചി വല്ല അഡ്വൈസസ് ഉണ്ടോ? ഇല്ല. ഇല്ല. അച്ഛനമ്മ? ഇല്ല. ഈ ഫീൽഡിൽ വന്നതിന് ശേഷം അങ്ങനെയൊന്നുമില്ല? എല്ലാരും വെരി ഹാപ്പി ആൻഡ് ദേ ആർ വെരി ഹാപ്പി അബൌട്ട് യുവർ മെച്ചോറിറ്റി?
പൊതുവെ എൻ്റെ വീട്ടിലാരും അങ്ങനെ ആരുടെയും എന്താ പറയാ കുറച്ചുകൂടി ഇൻഡിവിജ്വാലിറ്റി തരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ നമ്മുടെ സ്പേസ് തരും, നമ്മുടെ വോയിസ് കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ ടെൻഷൻ ഇല്ല അല്ലേ? അവർക്കും വലിയ ടെൻഷൻ. യു ഹാവ് യുവർ ഓൺ ഫ്രീഡം അല്ലെ? റെസ്ട്രിക്ഷൻസിനെക്കാട്ടിലും നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് റെസ്ട്രിക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും, അതായത് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യുമ്പോഴാണല്ലോ എന്തെങ്കിലും പുറത്തു പോയി ചെയ്യണം എന്ന് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല. എല്ലാം എന്തും ചെയ്യാനുള്ള സ്പേസ്. ഗുഡ് ആൻഡ് ബാഡ് എല്ലാം വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു തരും. അപ്പൊ അതനുസരിച്ചിട്ട് ഇല്ല, ഗുഡ് ആൻഡ് ബാഡ് വീട്ടിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ എൻ്റെ ഒരു ഇതിൽ ത്രൂ എക്സ്പീരിയൻസ് ഞാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഒരാളെ കണ്ടു, നമ്മൾ അയാൾ ഭയങ്കര മോശമാണ് എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞു, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അയാളുടെ അടുത്ത് സംസാരിക്കാതിരിക്കുന്നു എന്നുള്ളത് വിചാരിക്കുക. ചിലപ്പോൾ അയാൾ നമുക്ക് മോശം ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതെ, കറക്റ്റ്. അപ്പോൾ ചിലപ്പോൾ അയാൾ നമുക്ക് മോശം ചെയ്താലും അയാൾ മോശമാണെന്നുള്ളതിൽ എനിക്കിപ്പോൾ കുറച്ചുകൂടെ ഒരു പ്രൂഫായി. പിന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ബിഹേവ് ചെയ്യില്ല എന്നുള്ളത് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ടോട്ടലി എനിക്ക് തോന്നുന്നു നിഖില കംപ്ലീറ്റ്ലി എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കുന്നു. എല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇൻട്രോവേർട്ട് ആവുന്നത് മെയിൻലി എക്സാമ്പിൾ അതാണ്. To study a person is അല്ലേ ഒരു വഴിയാ അത് ആയിരിക്കാം. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വേണം എനിക്ക്. അല്ലെങ്കിൽ എനിക്ക് ചില എല്ലാ കാര്യങ്ങളും ഞാൻ ലേണിംഗ് അൺലേണിംഗ് ആണ് എൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ അത് ഞാനിതിപ്പോൾ പഠിക്കുന്നതാണെങ്കിലും ഇത് ഞാൻ ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ വിചാരിക്കുന്നതാണെങ്കിലും അതെൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ കൂടുതൽ ചെയ്യുക. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറയുക, ഇതായിരിക്കും അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്നുള്ളത് ആലോചിച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ അത് അപ് ടു യു എന്ന് ഞാൻ പറയാം. അഡ്വൈസസ് കൊടുക്കാറുണ്ട്? ഡെഫിനറ്റ്ലി കൊടുക്കാം. എൻ്റെ കൂടെയുള്ള കോ ആർട്ടിസ്റ്റ് കുട്ടിയെ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവരിങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാം. നിഖിലയ്ക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലേ ഫിലിമില്. അപ്പം അവരൊക്കെ ഫിലിം ചെയ്യുമ്പം അവരൊക്കെ നിഖിലേനെ ഇനിഷ്യേറ്റ് ചെയ്യുവോ ക്യാരക്ടർ ചെയ്യാനോ? അല്ലെങ്കിൽ ബീങ് ഫ്രണ്ട് ഭയങ്കര ഫ്രീഡം ഉണ്ടാവുമല്ലോ നമുക്ക് ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴും, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഞാൻ ചെയ്യാം എന്ന് പറയാനുള്ള ഒരു ഫ്രീഡം നമ്മുടെ ഫ്രണ്ട് ഞാൻ എടുക്കാറില്ല ചേച്ചി. അങ്ങനത്തെ ഫ്രീഡംസ് ഞാൻ എടുക്കാറില്ല. അല്ല, ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ ആവാം, പക്ഷെ എല്ലാ സിനിമകളിലും ചിലപ്പോൾ നമ്മൾ ഫേസ് ആവണം എന്നില്ല. അവരെ നമ്മളിപ്പോൾ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ സിനിമയ്ക്ക് നമ്മൾ റൈറ്റ് ചോയ്സ് അല്ല എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എന്നെ കാസ്റ്റ് ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. അതിന് പിന്നെയും വേറെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷനും ഒക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ കോ ആർട്ടിസ്റ്റ് വരുന്ന ആൾക്ക് ചിലപ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കണം എന്നില്ല. അപ്പം അങ്ങനെ പല പല ഇതുള്ളത് കൊണ്ട് എല്ലാം ഇപ്പം ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ഡയറക്ടറാണ്, അയാൾ എഴുതുന്ന സ്ക്രിപ്റ്റിൽ നമ്മളില്ല എന്ന് പറയുന്നിടത്ത് അയാൾക്കും ഒരു കരിയർ ഉണ്ടാവണം. ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് സമയത്ത് അങ്ങനെയായിരുന്നു. ഈവൻ ഇപ്പൊ ഈ ചിന്തയൊന്നുമില്ല, ഞങ്ങൾ എന്നാ ചെയ്യും, അത് നീ എടുക്കുന്നുണ്ടോ, അതിനകത്ത് ഞാനുണ്ടേ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് പോവും. ആ ഒരു ഫ്രീഡം. പക്ഷെ അങ്ങനത്തെ ഒരു സ്പേസ് ഇപ്പം ഉണ്ട്, ഡെഫിനറ്റ്ലി അങ്ങനെ പറയാം. പക്ഷെ അത് കാസ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് വിഷമം വിചാരിക്കാനൊന്നും പറ്റില്ല. ഇല്ല, അത് നമ്മൾ അണ്ടർസ്റ്റുഡ് ആയിട്ട് മുമ്പോട്ട് പോവാ അല്ലേ? ഓക്കെ, നിഖിലയോട് സംസാരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാണ്, എനിക്ക് കേൾക്കാനും പഠിക്കാനും ഉണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡൈനിങ് റൂമിൽ പോയി ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ. ഇന്നൊരു സ്പെഷ്യൽ കറിയാ വെച്ചേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കിട്ടുന്നതല്ല. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു റെസ്റ്റോറന്റ് നടത്തി. അപ്പം അവിടെ ഒരു ഫോറിനർ വന്നു. അപ്പൊ നമ്മുടെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അവരെന്നെ പഠിപ്പിച്ചൊരു സ്റ്റൂ ആയത്. എന്ന് വെച്ചാൽ അവരുടെ സ്റ്റൈല് നമ്മുടെ നാടുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നിഖിലേക്ക് ഈ മട്ടണിനോട് ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു. എപ്പോഴും കഴിക്കുന്ന ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഭയങ്കര ഫുഡിയാ, ഇഷ്ടാ? മട്ടണാണോ ഫേവറേറ്റ്? എനിക്ക് ഫിഷാണ് കൂടുതൽ ഇഷ്ടം. മട്ടനും ചിക്കനെക്കാട്ടിലും ഇഷ്ടം മട്ടൺ ഏറ്റവും ടേസ്റ്റ് ഉള്ള മീറ്റ് അല്ലേ? ഓക്കെ. നിഖില ഒരു കാര്യം ചോദിച്ചില്ല, ഇപ്പൊ നമ്മള് ഇൻഡസ്ട്രിയിൽ ഇപ്പത്തെ നിലയൊന്നും എനിക്ക് അറിയാൻ മേല. നിഖിലയുടേതായ ഒരു സ്പേസ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാ. അപ്പൊ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കുമ്പോഴത്തേനില്ലേ, നമ്മുടെ ഒരു എന്താ പറയാ, ഇവിടെ ഇൻഡസ്ട്രിയിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് ഹൗ ലോങ് യു സ്റ്റേ ഇൻ ദിസ് ഇൻഡസ്ട്രി. അങ്ങനെ ഒരു പ്രശ്നം വരികയല്ലേ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ? ഞാൻ എൻ്റെ ഐ ആം ലൈക്ക് ദിസ്. പക്ഷെ ഞങ്ങളോടൊക്കെ തന്ന അഡ്വൈസസ് വെച്ച് ഞാൻ പറയുന്നത് കേട്ടോ,
നമ്മളെല്ലാവരും ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമ്മളോട് ഇങ്ങനെ പലതും പറയുമല്ലോ, ഇങ്ങനെ ഇന്ന പോലെ നിൽക്കണം, ഇന്ന പോലെ ആവണം എന്നുള്ള കുറെ അഡ്വൈസസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റും? ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഒറിജിനൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്യാരക്ടർ ഒന്ന് മാറ്റി ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഒരാളോട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് അതായത് അവസരങ്ങൾ ഇല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടിയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത സിനിമയെ കാസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് നിങ്ങൾ പറയാതിരിക്കും. അപ്പം നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ അവകാശങ്ങളും എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ബേസിക്കലി നമുക്ക് കിട്ടേണ്ടുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ ജനറലി ഇപ്പോൾ ഒരു സെറ്റിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കൊരു കാരവൻ ഉണ്ട്, ഇപ്പോഴത്തെ ഒരു ഫെസിലിറ്റിയിൽ നമുക്ക് കാരവൻ വേണമെന്നുള്ളതുണ്ട്. അപ്പോൾ ആ കാരവൻ വേണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു കാരവൻ ഉണ്ടായിരുന്നെങ്കിലാണ് എനിക്ക് ആ സമയത്ത് ഡ്രസ്സ് മാറാനൊക്കെ സൗകര്യം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊരു മൊബൈലൊക്കെ ഉള്ള ഒരു സ്പേസിൽ പോയിട്ട് നമുക്ക് ഒരു റോട്ടിൽ നിന്നിട്ട് ഇപ്പം നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഈസി ആയിരുന്നു ചെയ്യാൻ. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ അവസ്ഥ ഇപ്പം മാറിയതുകൊണ്ട് നമുക്ക് ഡെഫിനറ്റായിട്ട് ചിലപ്പോൾ നമുക്കൊരു കാരവൻ വേണമായിരിക്കും. അപ്പം ചില ആൾക്കാർ വന്നിട്ട് കാരവൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൊടുക്കില്ല, അല്ലെങ്കിൽ കാരവൻ പോട്ടെ, ബേസിക് ബാത്റൂം ഫെസിലിറ്റി വേണമായിരിക്കാം. ആ ബാത്റൂം ഫെസിലിറ്റി ചിലപ്പോൾ എല്ലാ സെറ്റുകളിലും ഉണ്ടാവില്ല. അപ്പം അത് സെറ്റിലുള്ള സ്ത്രീകൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. നിങ്ങൾക്കൊരു വൃത്തിയുള്ള ബാത്റൂം ചോദിക്കാം എന്നുള്ളത് അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളല്ലേ? അതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്. അത് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, നിങ്ങൾക്ക് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ചോദിക്കാതെ സർവൈവ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് സ്ത്രീകൾ. ഇപ്പം ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഫിലിം പോളിസി കമ്മിറ്റിയിലെ മെമ്പറാണ്. ഞാൻ പറയുന്നത് എനിക്ക് മുന്നേ ഉള്ള ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് അവർ കുറേ കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ ജനറേഷൻ ഓഫ് ആക്ടേഴ്സിന് കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഫ്യൂച്ചറിൽ വരുന്ന ഇനി അടുത്ത ജനറേഷൻ ഓഫ് ആക്ടേഴ്സിന് എന്തെങ്കിലും അതിൽ നിന്ന് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള ആൾക്കാർ സംസാരിക്കണ്ടേ? എന്നെപ്പോലുള്ള ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കത് അറിയുള്ളൂ. അപ്പോൾ ഡെഫിനറ്റായിട്ടും അങ്ങനെ അറിയുള്ളൂ എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കുറേയൊക്കെ അവയർനെസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അവെയർ ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവർ തരാൻ റെഡിയാണ്. നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ ഞാൻ പൈസ ചോദിക്കുകയല്ല അവരുടെ അടുത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്കും അത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ചിലർക്കത് അവെയർ ആയിരിക്കില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച സമയത്ത് അതിൽ നമ്മൾ അമ്പലം സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു 1000-1500 ജൂനിയർ ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ ഈ പറയുന്നത് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, ഒരു പെർമനൻറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റി അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു വാനിറ്റി സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഈ സെറ്റിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ഇത് അവർ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ നാളെ ഇതുപോലെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ എടുക്കുമ്പം അവർക്ക് ചിലപ്പം അവെയർ ആവും ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പോസിബിൾ ആണെന്ന്. ഇതിന് മുന്നേ ഒരാൾക്കാർ ചെയ്തിട്ടില്ലായിരുന്നു, അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ അത് അവെയർ ആവില്ല. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ശരിക്കും ഞാനിപ്പോൾ പറയട്ടെ, നിഖിലയുടെ പോലത്തെ ഒരു ബോൾഡ് ഒരു ക്യാരക്ടറുള്ള കുട്ടി എന്തായാലും പറയണം, നമ്മുടെ കാര്യങ്ങൾ പറയണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു ധൈര്യം എല്ലാവർക്കും വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു ചേഞ്ച് യു എക്സ്പെക്ട് ഫ്രം ദ ഇൻഡസ്ട്രി ഓർ ഫ്രം ദ ആർട്ടിസ്റ്റ്? ഒരു റൂൾ ചേഞ്ച് പോലെ എന്നതേലും? ഒന്നുമില്ല, നമ്മൾ പറയാനുള്ളത് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ അവർക്കത് ഡിസേർവിംഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇൻഡസ്ട്രി നമുക്കത് തരും. നമ്മൾ ഡിസേർവിംഗ് അല്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് അറിയാം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. എനിക്കിപ്പോൾ നിഖിലോട് സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സിൽ ഇറങ്ങാം കേട്ടോ നല്ലതായിട്ട്. Try it because you have your own attitude and you are so confident for what you are saying. അപ്പോൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്യ്. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഫുഡ് കുക്ക് ചെയ്യാ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കഴിച്ചു നോക്കും. ഞാൻ കഴിച്ചു നോക്കാം. ഇതിന്റെ കൂടെ ഗാർലിക് ബ്രെഡോ അങ്ങനെയൊക്കെ അതിന്റെ കോമ്പിനേഷൻ പുള്ളിക്കാരത്തി പറഞ്ഞു തന്നെ. ആൻഡ് ദേ ഗോ ഫോർ ബ്രെഡ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, കുറെ സോർട്ടഡ് വെജിറ്റബിൾസ് അങ്ങനെ വെച്ചിട്ടാ അവര് കഴിക്കുന്നത്. ഞാൻ പിന്നെ അത്രയും പോയില്ല. ആദ്യം എന്റെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ. ഇനി നെക്സ്റ്റ് പ്രോജക്റ്റ് ഏതാ നമ്മള്?
എനിക്കിന്നെ റിലീസിനുണ്ട് ചേച്ചി. റിലീസിന് സീരീസുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. ഏത് മലയാളം? മലയാളമുണ്ട്. ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ട് അണലി എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. സോണിക്ക് വേണ്ടിയിട്ട് ഐസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അനന്തൻ കാട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയും കൂടെ റിലീസിനുണ്ട്. ഇപ്പൊ നിഖില ഇവിടെ വന്നപ്പോൾ ഞാൻ കുറെ എന്താ പറയാ മനസ്സിലാക്കി. ഐ ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. അത് നല്ലോണം മനസ്സിലാക്കി. എനിക്ക് കുറച്ച് ലെസൺസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എനിവേ താങ്ക് യു വെരി മച്ച് ഫോർ ദ ഗുഡ് ലെസൺസ് യു ടോട്ട് മീ. താങ്ക് യു ചേച്ചി. ഇനിയിപ്പോ ഇതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാ. മറ്റേ സ്റ്റൂവിന്റെ പോലെ അല്ല, ഡെഫിനറ്റ്ലി ഇത് വേറൊരു ഫ്ലേവർ അല്ലേ. അപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയായിരുന്നു ഇതുമൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ. എപ്പോഴും ഒരു വൈറ്റ് സ്റ്റൂ അല്ലെങ്കിൽ ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഒരു മട്ടൺ കറിയോ കഴിക്കുമ്പോ സെയിം ഓക്കെ അതൊരു ഫ്ലേവർ വൺസ് ഇൻ എ വൈൽ നല്ലതാ. അല്ലേ, ഒരു ക്വൈറ്റ് ഡിഫറെന്റ് ചേഞ്ച്. ഹെൽത്തിയുമാണ്. എല്ലാ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ഓക്കെ, എന്തായാലും നിഖില ഭാവിയിൽ പൊളിറ്റിക്സിൽ ഇറങ്ങാം എന്ന് നോക്കി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനും സപ്പോർട്ട് ചെയ്യാം. ബിക്കോസ് ആരെങ്കിലും ഒക്കെ വേണമല്ലോ നല്ലൊരു ആറ്റിറ്റ്യൂഡോടുകൂടി ഇറങ്ങുന്ന കുട്ടികൾ അല്ലേ. നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേച്ചി. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ. Ali's Kitchen. Let's cook with love.